പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ലോജിക് റീസണിംഗ് എന്ന് പറയുന്ന UGCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക് റീസണിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ലോജിക് റീസണിംഗിലെ മൊത്തം യൂണിറ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് പോലെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ കുറിച്ചും ആദ്യമായിട്ട് ഇതിൽ കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ആ ചോദ്യങ്ങൾ കാണുന്നെങ്കിൽ അതിൽ വരുന്ന വാക്കുകൾ, അതിൽ വരുന്ന ടേംസ്, അതിൽ വരുന്ന കോൺസെപ്റ്റുകൾ ആദ്യമായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് വരികയാണെങ്കിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന, അതേ സമയത്ത് നിങ്ങൾ ആദ്യ ഈ വിഷയമായിട്ട് ഫെമിലിയർ ആയ ആളുകളാണെങ്കിൽ അതേ വിഷയം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് നിങ്ങൾ കണ്ണുപിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായ ഭാഗമാണ് ലോജിക് റീസണിങ്ങിലെ ഈ പറയുന്ന സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ അത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ആദ്യം നമ്മൾ ഇൻഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. ലോജിക് റീസണിങ്ങിലെ ഇൻഫറൻസ് എന്താണ്, ആദ്യം ആർഗ്യുമെന്റ് എന്താണെന്ന് അറിയാം, പ്രപ്പോസിഷൻസ് എന്താണെന്ന് അറിയാം. ആ പ്രപ്പോസിഷൻസ് കൂടിയിട്ട് പ്രമിസുകൾ വരുന്നു, അതിനൊരു കൺക്ലൂഷൻ കിട്ടുന്നു. ഇതിന് മൊത്തമായിട്ട് ആ ഒരു സെറ്റ് ഓഫ് പ്രപ്പോസിഷൻസിനെ നമ്മളൊരു ആർഗ്യുമെന്റ് എന്ന് വിളിക്കുന്നു. ആ ആർഗ്യുമെന്റിലേക്ക് നമ്മൾ രണ്ട് പ്രമിസിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പ്രമിസ് പറഞ്ഞിട്ട് നമ്മളൊരു ആർഗ്യുമെന്റ്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമല്ലോ. കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഒരു തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. ആ ഇൻഫറൻസ് എന്ന് പറയുന്നത്, ഈ ഇൻഫറൻസ് രണ്ട് രീതിയിലുണ്ട്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ഉണ്ട്, മീഡിയറ്റ് ഇൻഫറൻസ് ഉണ്ട്. നിങ്ങൾ നെറ്റ് എക്സാമിനൊക്കെ വേണ്ടി ലോജിക് റീസണിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ കേട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇൻഫറൻസിലെ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ഉണ്ട്, മീഡിയറ്റ് ഇൻഫറൻസ് ഉണ്ട്. അതിൽ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ, മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ, മീഡിയേറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ തന്നെ രണ്ട് പ്രമിസുകൾ പറയും, ആ രണ്ട് പ്രമിസിൽ നമുക്ക് കൺക്ലൂഷൻ കിട്ടും എന്ന്, ആ രണ്ട് പ്രമിസിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ നമ്മൾ ഉരുത്തിരിഞ്ഞെടുക്കുന്ന ഒരു ഇൻഫറൻസിനെയാണ് മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയാം. അതേ സമയത്ത് ഇവിടെ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രമിസുകൾ രണ്ട് പ്രമിസും ഒന്നും ഉണ്ടാവില്ല, ആ ഒറ്റ പ്രമിസ് ഉണ്ടാവുള്ളൂ. ഒരു പ്രപ്പോസൽ പറയും, ആ പ്രപ്പോസലിൽ നിന്നും ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അങ്ങനെ അതിനാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയാം. ആ ഇൻഫറൻസ് വളരെ പെട്ടെന്നായിരിക്കും എന്ന അർത്ഥത്തിൽ. അപ്പൊ നേരെ ഒരു പ്രപ്പോസൽ ഉണ്ടാവും, ആ ഒരു പ്രപ്പോസലിൽ നമ്മൾ നേരെ കൺക്ലൂഷനിലേക്ക് എത്തും. ഇതിനാണ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് വിളിക്കുക എന്ന് നമുക്കറിയാലോ. അപ്പൊ ആ ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ ഒന്ന് രണ്ട് ഇമ്മീഡിയറ്റ് ഇൻഫറൻസുകൾ ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണ് സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് എന്നിലേക്ക് കടക്കാം. അപ്പൊ ഈ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങൾ പഠിച്ച കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്തൊക്കെയാണ്? ഒന്ന് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. നമുക്ക് ആർഗ്യുമെന്റ്സ് നമുക്ക് 4 ഇനങ്ങളാക്കി 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്ന് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിട്ട്, യൂണിവേഴ്സൽ അഫർമേറ്റീവ് നമ്മൾ പഠിച്ചതാണല്ലോ, ആൾ എന്നുള്ളത് അല്ലെ, ആൾ മെന്നർ ഓഫ് ഓണസ്റ്റ്, ആൾ മെന്നർ മോർട്ടൽ എന്നൊക്കെ പറയുന്നതാണ്. ആ ആൾ എല്ലാ മനുഷ്യരും, അല്ലെങ്കിൽ എല്ലാ പൂച്ചയും എല്ലാ ആപ്പിളും എന്നൊക്കെ പറയുമ്പോൾ എല്ലാം എന്ന് പറയുന്നത് എല്ലാം ആണ് എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ. അത് അഫർമേറ്റീവ്, അഫർമേറ്റീവ് തന്നെ ആണ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ്, അതുണ്ട് എന്നൊക്കെ പറയുന്നത്. അതേപോലെ അതിന് സിമ്പിൾ കൊടുക്കുന്നത് എ എന്ന സിമ്പിൾ ഉപയോഗിക്കാം. അപ്പൊ രണ്ടാമത്തെ യൂണിവേഴ്സൽ നെഗറ്റീവ്, അതിന്റെ സിമ്പിൾ നമ്മൾ ഇ എന്ന് ഉപയോഗിക്കാം. നമ്മൾ നോ വെച്ച് തുടങ്ങുന്ന സെന്റൻസുകൾ, സ്റ്റേറ്റ്മെന്റുകൾ. അപ്പൊ നോ മെൻ ആർ മോർട്ടൽ, ഒരു മനുഷ്യർ മരിച്ചു പോകൂല എന്നൊക്കെ പറയുമ്പോൾ നോ വെച്ച് തുടങ്ങുന്ന ഈ പ്രപ്പോസിഷൻസ് ആണ് അവിടെ ഉള്ളത്, യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയും. മൂന്നാമത്തെ വരുന്നത് പെർട്ടിക്കുലർ അഫർമേറ്റീവ്, നമ്മൾ അതിന് സിമ്പിൾ കൊടുക്കല് ഐ എന്ന സിമ്പിൾ കൊടുക്കുന്നു. അതിന് നാലാമത്തെ വരുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ് എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ രണ്ട് യൂണിവേഴ്സൽ പറയുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിക്കും, എല്ലാ മനുഷ്യരും, ഒരു മനുഷ്യരും അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളിക്കുന്നുണ്ടല്ലോ. ഇനി മൂന്നാമത്തെ നാലാമത്തെ പെർട്ടിക്കുലർ ആണ്, എല്ലാവരും ഉൾക്കൊള്ളിക്കുന്നില്ല. സം, ഐ എന്ന് പറഞ്ഞാൽ സം എന്നർത്ഥം. സം മെൻ ആർ മോർട്ടൽ, ചില മനുഷ്യർ മാത്രം മോർട്ടലാണ് എന്ന് പറയാം. അല്ലെങ്കിൽ പെർട്ടിക്കുലർ നെഗറ്റീവ്, ചില മനുഷ്യരല്ല അല്ലെങ്കിൽ ചിലതല്ല എന്ന് പറയാം. സം ആപ്പിൾസ് ആർ നോട്ട് റെഡ്, ചില ആപ്പിളുകൾ ചുവന്ന നിറത്തിലുള്ളതല്ല എന്ന് പറയാം. അതിനാണ് പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയാൻ നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ഓ എന്നാണ്. അപ്പൊ നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് എന്ന ഭാഗം എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അതില് നമ്മൾ യൂണിവേഴ്സൽ അഫർമേറ്റീവിന് എ എന്നും, യൂണിവേഴ്സൽ നെഗറ്റീവിന് നമ്മൾ ഇ എന്നും, പെർട്ടിക്കുലർ അഫർമേറ്റീവിന് ഐ എന്നും, പെർട്ടിക്കുലർ നെഗറ്റീവിന് ഓ എന്ന സൈനുമാണ്, സിമ്പിളുമാണ് കൊടുക്കുന്നത് എന്നും നിങ്ങൾ ധാരണ ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ആണ്.
സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 കാറ്റഗറി പറഞ്ഞാൽ നമ്മള് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്, ഈ 4 പ്രപ്പോസിഷൻസ് ഉണ്ടല്ലോ, കാറ്റഗറി കൊടുത്ത പ്രപ്പോസിഷൻസ് ഉണ്ടല്ലോ. ഈ പ്രപ്പോസിഷൻസിന്റെ ഇടയിലുള്ള റിലേഷനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. അപ്പൊ ഇതിന്റെ ഈ ബന്ധങ്ങൾ ഒരു ഓപ്പോസിഷൻ ആയിട്ടുള്ള പരസ്പരം വിരുദ്ധമായ ഒന്ന് മറ്റൊന്നിന് എതിരാകുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് വിളിക്കുന്നത് നമുക്ക് ഈ ഒരു ഓപ്പോസിഷനെ അല്ലെങ്കിൽ ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, 4 പ്രപ്പോസൻസ്, ഈ 4 പ്രപ്പോസൻസിനിടയിലുള്ള നമ്മൾ പറയാൻ പോകുന്ന റിലേഷൻസ് ഉണ്ട്. 4 റിലേഷൻസ് പറയാനുള്ളത്. ഒന്ന് കോൺട്രാഡിക്ടറി ആയ റിലേഷന്, അടുത്തത് കോൺട്രറി പ്രപ്പോസൻ, കോൺട്രറി ഓപ്പോസിറ്റ്, കോൺട്രറി ആയിട്ടുള്ള റിലേഷന്, പിന്നെ സബ് കോൺട്രറി ആയ റിലേഷന്, സബാൾട്ടേൺ ആയിട്ടുള്ള റിലേഷന്. ഇങ്ങനെ 4 റിലേഷൻസ് ആണ് നമുക്ക് സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ വരുന്നത്. ഈ 4 റിലേഷൻസും ഈ കാറ്റഗറീസിന് ഇടയിലുള്ള ഈ പ്രപ്പോസൻസിന് ഇടയിലുള്ള ഈ 4 റിലേഷൻസിനെ നമുക്ക് ഒരു സ്ക്വയർ രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ാണ് ഇതിന് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നതിന് പേര് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ക്വയർ നമ്മൾ വരച്ച് വെച്ച് കണ്ടില്ലേ? ഇതിൽ നമുക്ക് എല്ലാ 4 ഈ പറയുന്ന 4 സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ വരുന്ന 4 റിലേഷൻസിനെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും. അപ്പൊ ആദ്യം കോൺട്രാഡിക്ടറി ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ 4 പ്രപ്പോസൻസിനിടയിലുള്ള ഈ 4 സ്റ്റേറ്റ്മെന്റുകൾക്ക് ഇടയിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ ഈ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ ഈ പറഞ്ഞ 4 ബന്ധങ്ങൾ കോൺട്രാഡിക്ടറി, കോൺട്രറി, സബ് കോൺട്രറി, സബാൾട്ടൺ, ഈ 4ൽ നമ്മൾ പറയുന്നത് ഈ 4 പ്രപ്പോസൻസിന് 4 സ്റ്റേറ്റ്മെന്റുകൾക്ക് ഇടയിലുള്ള ബന്ധത്തിനെയാണ്. ഓക്കെ, അപ്പൊ ഇനി കോൺട്രാഡിക്ടറി ഓപ്പോസിഷൻ എന്താണെന്ന് അതിൽ ഫസ്റ്റ് ബന്ധം, ആ ഫസ്റ്റ് റിലേഷൻ ഏതാണെന്ന് നോക്കാം. കോൺട്രാഡിക്ടറി ഓപ്പോസിഷൻ മനസ്സിലാക്കേണ്ടത്, എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് അറിയാലോ, യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ് ഇ എന്ന് പറഞ്ഞാൽ, ഐ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്, ഒ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, അറിയാലോ. ഇതില് ഈ എയും ഇയും തമ്മില്, ഇയും ഓയും തമ്മില്, ഓയും ഐയും തമ്മില്, എയും ഐയും തമ്മില്, എയും ഓയും തമ്മില്, ഇയും ഐയും തമ്മില്, ഇതൊക്കെ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ഈ 4 സ്ക്വയർ ഓഫ് ഓപ്പോസിഷനുകളിൽ പറയാൻ പോണത്. അതിൽ ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് കോൺട്രാഡിക്ടറി ആണ്. ഈ കോൺട്രാഡിക്ടറി റിലേഷൻ സംഭവിക്കുക നേരെ ഈ ക്രോസ് കണ്ടില്ലേ, നമ്മൾ ക്രോസ് ആക്കി ഇട്ട് കണ്ടില്ലേ, അങ്ങനെയാണ് റിലേഷൻ ഉള്ളത്. അങ്ങനെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എയും ഓയും തമ്മിലുള്ള റിലേഷൻ കണ്ടോ, എയും ഓയും തമ്മിലുള്ള റിലേഷന്, അതേപോലെ തന്നെ ഇയും ഐയും തമ്മിലുള്ള റിലേഷന്. ആ റിലേഷൻ എന്താണെന്ന് പറയാം. അപ്പൊ ഈ കോൺട്രാഡിക്ടറി ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് എയും ഓയും തമ്മിലും ഇയും ഐയും തമ്മിലാണ് ഈ റിലേഷൻ എന്ന് ആദ്യം മനസ്സിൽ വരിക. ഇനി എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കോൺട്രാഡിക്ടറി പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രൂ ആണെങ്കിൽ, ഇഫ് വൺ ഈസ് ട്രൂ അതർ മസ്റ്റ് ബി ഫാൾസ്. ഒന്ന് ട്രൂ ആണെങ്കിൽ നമ്മൾ എ വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കാം. ഉദാഹരണത്തിന് ആൾ ആപ്പിൾസ് ആർ റെഡ്, എല്ലാ ആപ്പിളും ചുവന്ന നിറത്തിലാണെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ സാധനം നമ്മൾ ട്രൂ ആണെന്ന് വെക്കുകയാണെങ്കിൽ എ സ്റ്റേറ്റ്മെന്റ്, എ പ്രപ്പോസിന് ഏതവിടെ ആൾ ആപ്പിൾസ് ആർ റെഡ് അല്ലെ, കണ്ടില്ലേ എ വെച്ചിട്ട്. അപ്പൊ എ എന്ന് പറയുന്ന പ്രപ്പോസൻ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണല്ലോ അല്ലെ. അപ്പൊ അത് ആൾ ആപ്പിൾസ് ആർ റെഡ് എന്നുള്ളത് ട്രൂ ആണെന്ന് പറയണം. അത് പറഞ്ഞത് ശരിയാണ്, ട്രൂ ആണെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അതിന്റെ കോൺട്രാഡിക്ടറി വരുന്ന, അതിന്റെ കോൺട്രാഡിക്ടറി ഏതാണ്? എന്റെ കോൺട്രാഡിക്ടറി ഓ ആണ്. ഓ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇതാണ് കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ. അപ്പൊ കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രൂ ആണെങ്കിൽ അതിന്റെ കോൺട്രാഡിക്ടറി വരുന്ന മറ്റേത് ഫാൾസ് ആയിരിക്കും. ഇനി നേരെ തിരിച്ചും, ഇനി ഇത് ഫാൾസാ നോക്കുക, ഇനി ഇത് ഫാൾസാ നോക്കുക, അപ്പൊ ഇത് ട്രൂ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് എന്നർത്ഥം. അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും, അത് ഇനി ഫാൾസ് ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. ഇനി ഇത് ട്രൂ ആണെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും, ഇത് ഫാൾസ് ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റിലേഷനെയാണ് നമ്മൾ കോൺട്രാഡിക്ടറി ഓപ്പോസിഷൻ എന്ന് പറയുക. നിങ്ങൾ ആലോചിച്ചാൽ മതി, ആൾ ആപ്പിൾസ് ആർ റെഡ്, എല്ലാ ആപ്പിളും ചുവന്ന നിറത്തിലാണെന്നുള്ളത് ട്രൂ ആണെന്ന് വരികയാണെങ്കിൽ കുറച്ച് ആപ്പിൾ റെഡ് അല്ല എന്ന കാര്യം ഫാൾസ് ആവില്ലല്ലോ, അത് ശരിയാവില്ലല്ലോ. അപ്പോ കോൺട്രാഡിക്ടറി ഓപ്പോസിഷൻ ഒന്നാമത്തത്, അത് എയും ഓയും തമ്മിലും ഇയും ഐയും തമ്മിലുള്ള റിലേഷൻ. ആ റിലേഷൻ തന്നെ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റത് ഫാൾസ് ആയിരിക്കും, ഇനി ഇത് ഫാൾസ് ആണെങ്കിൽ മറ്റത് ട്രൂ ആയിരിക്കും. ഇതാണ് കോൺട്രാഡിക്ടറി ഓപ്പോസിഷൻ. ഇനി രണ്ടാമത് കോൺട്രറി ഓപ്പോസിഷൻ ആണ്. നേരത്തെ കോൺട്രാഡിക്ടറി നമ്മൾ പറഞ്ഞത് എയും ഓയും തമ്മിലും ഇയും ഐയും തമ്മിലാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇവിടെ കോൺട്രറി എന്ന് പറഞ്ഞാല് എയും ഇയും തമ്മിലുള്ള റിലേഷനെയാണ് കോൺട്രറി എന്ന് പറയാം. കോൺട്രറി എന്ന് പറയുമ്പോൾ എയും ഇയും, എന്റെ ഇന്റെ പ്രത്യേകത എന്താണ്? 2 യൂണിവേഴ്സലാണ്, പെർട്ടിക്കുലർ അല്ല, 2 യൂണിവേഴ്സലാണ്. എ എന്നുള്ളത് അഫർമേറ്റീവ് ആണ്, മറ്റത് നെഗറ്റീവ് ആണെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും യൂണിവേഴ്സലാണ്. എയും ഇയും തമ്മിലുള്ള റിലേഷനെയാണ് കോൺട്രറി ഓപ്പോസിഷൻ എന്ന് പറയുക. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് 2 യൂണിവേഴ്സൽസ് കാൻറ്റ് ബി ട്രൂ ടുഗദർ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും കൂടി ട്രൂ ആവുന്നത് നടക്കൂല. രണ്ടും കൂടി ട്രൂ ആവുന്നത് അത് സാധ്യമല്ല. ഈ എ ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണ് പറയാ, ഇതും ട്രൂ ആണെന്ന് പറയാ, അങ്ങനെ ഉണ്ടാവൂല. അത്രേ നിയമമുള്ളൂ. ഇനി ഇത് ഫാൾസ് ആണെന്ന് പറയാ, ഇതും ഫാൾസ് എന്ന് പറയാ, അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ് പറയാൻ പറ്റൂല. അപ്പൊ രണ്ടും കൂടി ട്രൂ ആവണം നടക്കൂല. രണ്ടും ആണെങ്കിൽ ഫാൾസ് ആയേക്കാം. നമ്മൾ ഉദാഹരണത്തിലേക്ക് വരാം.
ഉദാഹരണത്തിലേക്ക് വരാം. അപ്പൊ കോൺട്രറി ഓപ്പോസിറ്റ് ഒരു ഉദാഹരണം നമ്മൾ എയും ഓയും തമ്മിലുള്ളതാണെന്ന് പറഞ്ഞു. ഉദാഹരണം അടിയിൽ കൊടുക്കുന്നത് ആൾ ബുക്സ് ആർ യൂസ്ഫുൾ. ഈ ആൾ ബുക്സ് ആർ യൂസ്ഫുൾ എന്നുള്ളതാണ് എ പ്രപ്പോസൽ. അതിന്റെ ഈ പ്രപ്പോസൽ എന്താണ്? അതിന്റെ കോൺട്രറി ആയ പ്രപ്പോസൽ എന്താണ്? നോ ബുക്സ് ആർ യൂസ്ഫുൾ. അപ്പൊ എല്ലാ പുസ്തകവും ഉപകാരപ്രദമാണെന്നുള്ളതും ഒരു പുസ്തകം ഉപകാരപ്രദമല്ല എന്നുള്ളതും രണ്ടും കൂടി ട്രൂ ആവില്ലല്ലോ. അപ്പൊ അതാണ് കോൺട്രറി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് എയും ഇയും രണ്ടും കൂടി ട്രൂ ആവില്ല. ഇനി ഇതിന്റെ പ്രത്യേകത, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റത് ഫാൾസ് ആയിരിക്കും, സ്വാഭാവികം. കാരണം രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല. അപ്പൊ എ പറയാണ്, എ പ്രപ്പോസൽ തന്നെ ആൾ ബുക്സ് ആർ യൂസ്ഫുൾ എന്നുള്ളത് ഇത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ മറ്റേ ഈ പ്രപ്പോസൽ, അതിന്റെ കോൺട്രേ വരുന്ന ഈ പ്രപ്പോസൽ ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ടും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഉറപ്പാണല്ലോ, കാരണം രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. പക്ഷെ ബോത്ത് ക്യാൻ ബി ഫാൾസ്, രണ്ടും ഫാൾസ് ആവാൻ പറ്റും. നമ്മൾ പറയാണ് ഇത് ഫാൾസ് ആണെന്ന് പറയാം. എല്ലാ പുസ്തകവും ഉപകാരപ്രദം എന്നുള്ളത് ഫാൾസ് ആണ്. ഉപകാരമില്ലാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ പുസ്തകം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇത് ട്രൂ ആവാൻ പറ്റുമോ? ഇത് ട്രൂ ആണെന്നുണ്ടാ നമ്മൾ പറയണേ എല്ലാ പുസ്തകം ഉപകാരപ്രദം എന്ന കാര്യം ശരിയല്ല. കാരണം ചില പുസ്തകങ്ങൾ ഉപകാരമില്ലാത്ത പുസ്തകങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുമോ? ലോകത്ത് ഒരു പുസ്തകം ഒരു ഉപകാരം ഇല്ലാത്തതാണ് എന്ന് പറയാൻ പറ്റുമോ? അത് കിട്ടൂല. അപ്പൊ ഇത് ഫാൾസ് ആയത് കാരണം, ഒന്നാമത്തെ ഫാൾസ് ആയത് കാരണത്താൽ ഇത് ട്രൂ ആവണമെന്നില്ല. ഇതും എന്താവാം? ഫാൾസ് ആവാം. രണ്ടും ഫാൾസ് ആവാം, പക്ഷെ രണ്ടും കൂടി എന്താവാൻ പറ്റില്ല? ട്രൂ ആവാൻ പറ്റില്ല. അതാണ് കോൺട്രറി ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. അടുത്തത് നമുക്ക് സബ് കോൺട്രറി ഓപ്പോസിഷൻ. അപ്പൊ നമ്മൾ കോൺട്രാഡിക്ടറി പറഞ്ഞു. കോൺട്രാഡിക്ടറി എയും ഓയും തമ്മിലും ഇയും ഐയും തമ്മിലാണെന്ന് പറഞ്ഞു. അതിന്റെ റിലേഷൻ പറഞ്ഞത് ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും, ഇത് ഫാൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വിരുദ്ധമായിരിക്കും. രണ്ടും നമ്മൾ കോൺട്രറി പറഞ്ഞു. കോൺട്രറി എയും ഇയും തമ്മിലാണ് റിലേഷൻ എന്ന് പറഞ്ഞു. ആ എയും ഇയും തമ്മിൽ റിലേഷൻ തന്നെ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഫാൾസ് ആയിരിക്കും. ഇത് ഫാൾസ് ആയാലോ അത് ഫാൾസ് ആവും ചെയ്യാം, ആവാതിരിക്കും ചെയ്യാം. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റും. പറ്റുന്ന പറഞ്ഞാൽ രണ്ടും നിർബന്ധമായിട്ട് ഫാൾസ് ആവണമെന്നില്ല കേട്ടോ, ആവാൻ പറ്റും. ഇത് ഫാൾസ് ആയാലും ഫാൾസ് ആവാം, ട്രൂ ആവാം, രണ്ടും ആവാം. ഇനി മൂന്നാമത്തെ പറയാനുള്ളത് സബ് കോൺട്രറി ഓപ്പോസിറ്റ്. നമുക്ക് പറയാനുള്ളത് സബ് കോൺട്രറി നേരെ നമ്മൾ ഈ നേരത്തെ കോൺട്രറി എന്ന് പറയുമ്പോൾ എയും ഇയും എന്ന് പറയുന്ന യൂണിവേഴ്സൽസ് തമ്മിലാണല്ലോ നമ്മൾ റിലേഷൻ പറഞ്ഞത്. ഇവിടെ സബ് കോൺട്രറി ആണ്. അവിടെ നമ്മൾ പെർട്ടിക്കുലർസ് തമ്മിലാണ് റിലേഷൻ ഉള്ളത്. ഇയും ഓയും നമ്മൾ റിലേഷനാണ് നമ്മൾ സബ് കോൺട്രറി റിലേഷൻ എന്ന് പറയാം. ഐയും ഓയും. ഐ എന്ന് പറഞ്ഞാല് സം ഇല്ലേ, ഓ എന്ന് പറഞ്ഞാല് സം നോട്ട്. ഇതാണ് ഓ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓയും ഐയും തമ്മിൽ റിലേഷൻ നമ്മൾ സബ് കോൺട്രറി റിലേഷൻ എന്ന് പറയാം. എന്താണ് റിലേഷൻ? നേരത്തെ കോൺട്രറി പറയുന്നത് നേരെ വിരുദ്ധം. നേരത്തെ നമ്മൾ കോൺട്രറി പറയുമ്പോൾ എന്താ പറഞ്ഞത്? രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് സബ് കോൺട്രറി ആവുമ്പോൾ ടു പെർട്ടിക്കുലർസ് ക്യാൻറ്റ് ബി ഫാൾസ് ടുഗദർ. രണ്ടും കൂടി തെറ്റാവുക എന്നുള്ളത് നടക്കൂല. അതും തെറ്റാണ്, ഇത് തെറ്റാണ്. രണ്ടും കൂടി തെറ്റാവാൻ നടക്കൂല. രണ്ടും കൂടി എന്തായേക്കാം? ട്രൂ ആയേക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കുക. സം സോങ്സ് ആർ മെലഡിയസ്. കണ്ടോ, ഐ പ്രപ്പോസൽ കൊടുത്താൽ നോക്കി. സം സോങ്സ് ആർ മെലഡിയസ്. ചില രാഗങ്ങൾ, ചില പാട്ടുകൾ നല്ല ഇമ്പമുള്ളതാണ് എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത് ഫാൾസ് ആണ്. ഇത് ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താ? സം സോങ്സ് ആർ മെലഡിയസ്, ചില പാട്ടുകൾ ഇമ്പമുള്ളതാണ് എന്ന കാര്യം, എന്ന പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ അർത്ഥം കിട്ടുന്നത്? ചില പാട്ടുകൾ ഇമ്പമുള്ളതല്ല എന്നതാണല്ലോ കിട്ടുന്നത്. ഇനി അതും ഫാൾസ് എന്ന് പറയാൻ പറ്റുമോ? ഇതും ഫാൾസ് എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇത് ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ രണ്ടാമത് പറഞ്ഞതാണ്. ചില പാട്ടുകൾ എന്തല്ല? ഇമ്പമുള്ളതല്ല എന്നാണ് കിട്ടുന്നത്. ചില പാട്ടുകൾ ഇമ്പമുള്ളതാണെന്ന കാര്യം തെറ്റാണെന്ന് പറയുമ്പോൾ ചില പാട്ടുകൾ ഇമ്പമുള്ളതല്ല എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് ട്രൂ ആണെന്നാ കിട്ടുന്നത്, ആണല്ലോ. അല്ലാതെ ഇതും ഫാൾസ് എന്ന് പറഞ്ഞാല് അങ്ങനെ സംഭവം ഉണ്ടാവും. രണ്ടും കൂടി ഫാൾസ് അവിടെ നടക്കൂല. മറിച്ച് ഒന്ന് ഫാൾസ് ആണെങ്കിൽ, ഒന്നാമത് ഈ വൺ ഈസ് ഫാൾസ്, ഇത് ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. എന്തേ? രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല. അപ്പൊ അത് ഫാൾസ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇനി നമ്മോട് പറയാണ്, നമ്മുടെ ഓ പ്രപ്പോസൽ ആണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഓ പ്രപ്പോസൽ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു ഈ ഓ പ്രപ്പോസൽ ഫാൾസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ ഒന്ന് ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ മറ്റത് ട്രൂ ആയിരിക്കും. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മോട് ചോദിക്കുകയാണ്, ഈ ഐ പ്രപ്പോസൽ ട്രൂ ആണെന്ന് പറഞ്ഞു. അത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഇത് ഫാൾസ് ആവണമെന്നുണ്ടോ? ഇല്ല. ഇതും ട്രൂ ആവാം, ഫാൾസ് ആവാം. ഉദാഹരണത്തിന് ചില പാട്ടുകൾ ഇമ്പമുള്ളതാണ്, ചില പാട്ടുകൾ ഇമ്പമില്ലാത്തതാണ്. ചില പാട്ടുകൾ കേൾക്കാൻ രസം ഉണ്ടാവും, ചില പാട്ടുകൾ കേൾക്കാൻ രസമില്ലാത്തുണ്ടാവും. അപ്പൊ രണ്ടും ട്രൂ ആണല്ലോ. അപ്പൊ രണ്ടും ട്രൂ ആവണം എന്ന് നിർബന്ധമില്ല. ഇനി ഫാൾസും ആവാം. ഫാൾസ് ആവണം എന്ന് നിർബന്ധമില്ല എന്നർത്ഥം. അതാണ് സബ് കോൺട്രറി. കോൺട്രാഡിക്ടറി പറഞ്ഞു, സബ് കോൺട്രറി പറഞ്ഞു. നാലാമത്തെ അവസാനത്തെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലെ അവസാനത്തെ റിലേഷൻ ഉള്ളത് സബാൾട്ടർനേഷൻ, അല്ലെങ്കിൽ സബാൾട്ടേൺ എന്നൊക്കെ പറയുന്നത്. സബാൾട്ടേൺ എന്ന് പറഞ്ഞാല് രണ്ട് അഫർമേറ്റീവ് തമ്മിലും അതുപോലെ തന്നെ നെഗറ്റീവ് തമ്മിലുള്ള ബന്ധമാണ്. എയും ഐയും തമ്മിലും ഇയും ഓയും തമ്മിലുള്ള റിലേഷനെ നമ്മൾ എന്ത് പറയാം? സബാൾട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ എയും ഐയും തമ്മിലുള്ള റിലേഷന്, ഇതിന്റെ റിലേഷൻ എങ്ങനെ വെച്ചാലും ഡിസെന്റ് വിത്ത് ട്രൂത്ത്, റൈസ് വിത്ത് ഫാൾസിറ്റി എന്നുള്ളതാണ് ഇതിന്റെ റിലേഷന്. എന്താ ഡിസെന്റ് വിത്ത് ട്രൂത്ത്? ട്രൂത്തിന്റെ കാര്യത്തിൽ അടിയിക്കാൻ ഇറങ്ങാം. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ എ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ
അതിന്റെ ഐയും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, എ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ അതിന്റെ ഐയും ട്രൂ ആയിരിക്കും. നേരെ തിരിച്ചുണ്ടാവില്ല. ഇത് ട്രൂ ആയത് കാരണത്താല് ഇത് ട്രൂ ആവാന്നുള്ളത് അത് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, ഡിസെൻഷനേ ഉള്ളൂ. ട്രൂത്തിന്റെ കാര്യത്തിൽ അടിക്ക് ഇറങ്ങണുള്ളൂ, മേലോട്ട് പോലില്ല. ഓക്കെ, അപ്പൊ ഇത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ എ പറഞ്ഞ പ്രപ്പുദാനത്തിന് എല്ലാ ആൾ ആപ്പിൾസ് ആർ റെഡ്, എല്ലാ ആപ്പിളും ചുവന്ന നിറത്തിലുള്ളതാണ് എന്നുള്ളത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുറച്ച് കൊട്ടയിൽ കുറച്ച് ആപ്പിൾ ഉണ്ട്, അതും എന്തെന്നായിരിക്കും? റെഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ എല്ലാ ആപ്പിളും റെഡ് അല്ല, ഓക്കെ, നമ്മൾ പറയാണ് എല്ലാ ആപ്പിളും റെഡ് ആണെന്നാണ്, അതാണ് ശരി എന്ന് പറയുകയാണെങ്കിൽ എന്റെ വീട്ടിലെ കൊട്ടയിലെ ആപ്പിളും എന്തായിരിക്കും? റെഡ്, അതും റെഡ് ആയിരിക്കും. ഉറപ്പില്ല, കാരണം എല്ലാ ആപ്പിളും റെഡാന്ന് പറഞ്ഞത്. അപ്പൊ അത് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് എന്റെ വീട്ടിലെ കൊട്ടയിൽ ഇരിക്കുന്ന ആപ്പിള് അത് റെഡ് ആയത് കാരണത്താൽ ലോകത്തെ എല്ലാ ആപ്പിളും റെഡ് ആവോ? അതില്ല. അപ്പൊ അതിന്റെ സമ്മ് അത് ട്രൂ ആയത് കാരണത്താൽ അതിന്റെ ആള് ട്രൂ ആവണം എന്നില്ല. ഇനി അപ്പൊ ട്രൂത്തിന്റെ കാര്യത്തിൽ അടിക്ക് ഇങ്ങോട്ട് ഇറങ്ങലാണ്. ഇനി ഫാൾസിറ്റിന്റെ കാര്യത്തിലോ മുകളിലേക്ക് അങ്ങോട്ട് പോകലാണ്. അതായത് അങ്ങനെ പറഞ്ഞാല് ഈ ഐ എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ, അതിന്റെ സമ്മ ഫാൾസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെയുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള അതിന്റെ എ പ്രപ്പോസ് ഉണ്ടല്ലോ, അതും ഫാൾസ് ആയിരിക്കും. അപ്പൊ ഫാൾസിന്റെ കാര്യത്തിൽ മേലോട്ട് പോലാണ്, അടിക്ക് ഇറങ്ങലില്ല. ഇത് ഫാൾസ് ആയത് കാരണത്താൽ ഇതും ഫാൾസ് ആവാ എന്നുള്ളതില്ല. ഓക്കെ, അപ്പൊ എ ഫാൾസ് ആണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, എല്ലാ ആപ്പിളും ആർ നോ ആപ്പിൾസ് അല്ലെങ്കിൽ ആർ നോട്ട് റെഡ്. എല്ലാ ആപ്പിളും റെഡ് അല്ലെങ്കിൽ ആൾ ആപ്പിൾസ് ആർ റെഡ്, എല്ലാ ആപ്പിളും റെഡ് ആണെന്നുള്ളത് തെറ്റെന്ന് പറഞ്ഞു. എല്ലാ ആപ്പിളും റെഡ് ആണെന്നുള്ള കാര്യം തെറ്റ്. അത് എല്ലാ ആപ്പിളും റെഡ് അല്ല എന്നർത്ഥം. അപ്പൊ എല്ലാ ആപ്പിളും റെഡ് അല്ല എന്നുള്ള തെറ്റായത് കാരണത്താൽ നമ്മൾ അതിന്റെ സമ്മും തെറ്റാവണം എന്ന് നിർബന്ധമില്ല. ഇനി അതേ സമയത്ത് നമ്മൾ നേരെ തിരിച്ചു പറയാണ്, നമ്മൾ ഒരു സാധനം അവന്റെ സമ്മ് നമ്മൾ ഒഴിവാക്കി. നമ്മൾ ഉദാഹരണം എടുക്കാം, നമ്മൾ പറയുന്നത് സം കാറ്റ്സ് ആർ ബ്ലാക്ക്, ചില പൂച്ചകൾ കറുത്ത നിറത്തിലാണ്. സം കാറ്റ്സ് ആർ ബ്ലാക്ക്, ചില പൂച്ചകൾ കറുത്ത നിറത്തിലാണ്. ഇത് ട്രൂ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ മറ്റേ ട്രൂ ആവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇത് ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ, ചില പൂച്ചകൾ ബ്ലാക്ക് എന്നുള്ള കാര്യം തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ ലോകത്തെ പൂച്ചകളൊക്കെ ഓക്കെ, നമ്മൾ ചില പൂച്ചകൾ നമ്മൾ പറയാണ് ചില പൂച്ചകൾ ബ്ലാക്ക് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റും ഓൾ കാറ്റ്സ് ആർ ബ്ലാക്ക്, ലോകത്തെ എല്ലാ പൂച്ചകളും ബ്ലാക്ക് ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാരണം ലോകത്തെ എല്ലാ പൂച്ചകളും ബ്ലാക്ക് ആണെന്ന് പറഞ്ഞ് ശരിയാവണമെങ്കിൽ നേരത്തെ പറഞ്ഞതും എന്തായിരിക്കണം? ശരിയായിരിക്കണം. കുറച്ച് ഞാൻ കണ്ട പൂച്ചകളും ബ്ലാക്ക് ആയിരിക്കണം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഞാൻ കണ്ട പൂച്ചകൾ ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ആണെന്നുള്ള കാര്യം തെറ്റാണ്. അപ്പോ സം കാറ്റ്സ് ആർ ബ്ലാക്ക് എന്നൊരാൾ പറഞ്ഞാൽ തെറ്റാണ്, അത് ശരിയല്ല. ചില പൂച്ചകൾ കറുത്ത നിറത്തിലല്ല എന്ന് പറഞ്ഞാൽ എന്തും തെറ്റായിരിക്കും. ലോകത്തെ എല്ലാ പൂച്ചകളും ബ്ലാക്ക് ആണ് എന്ന് പറയുന്ന പ്രസ്താവന തെറ്റായിരിക്കും. അപ്പൊ അതിന്റെ തെറ്റായ കാരണം ഫാൾസ് ആയ കാരണത്താൽ അതിന്റെ ഓൾ സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നേരെ തിരിച്ചുണ്ടാവില്ല. ലോകത്തെ എല്ലാ പൂച്ചകളും കറുത്ത നിറത്തിലാണ് എന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ലോകത്തെ എല്ലാ പൂച്ചകളും കറുത്ത നിറത്തിലാണെന്ന കാര്യം തെറ്റാണ് എന്നത് കൊണ്ട് നമ്മൾ കാണുന്ന പൂച്ചകളും ബ്ലാക്ക് ആണ് എന്ന കാര്യം തെറ്റാവണം എന്നില്ല. നേരെ തിരിച്ചില്ല എന്നർത്ഥം. നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആലോചിച്ചാൽ മനസ്സിലാകും. ആൾ കാറ്റ്സ് ആർ ബ്ലാക്ക് എന്നുള്ളത് ഇത് തെറ്റായ കാരണത്താൽ, ഫാൾസ് ആയ കാരണത്താൽ സം കാറ്റ്സ് ആർ ബ്ലാക്ക് എന്നുള്ളത് ഫാൾസ് ആവണം എന്നില്ല. ഇതേ റിലേഷൻ, ഇത് സബാൾട്ടൻ റിലേഷൻ ആണ്. ഇതേ റിലേഷൻ നമുക്ക് ഇയും ഓയും തമ്മിൽ നമുക്ക് പറയാൻ പറ്റും. ഇയും ഓയും തമ്മിൽ ഇതേ റിലേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് ഇതേ റിലേഷൻ പറയാൻ പറ്റും. അപ്പോൾ ട്രൂത്തിന്റെ കാര്യത്തിൽ മുകളിൽ നിന്ന് അടിയിക്കും, ഫാൾസിന്റെ കാര്യത്തിൽ താഴെ നിന്ന് മുകളിലേക്കുമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഇനി അവസാനം നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി പരീക്ഷന്റെ വ്യൂ പോയിന്റ് എന്ന് വരുന്ന സമയത്ത്, പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരുന്നേക്കാൾ ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ പറഞ്ഞ ഇത്രയും 4 റിലേഷൻസ് പറഞ്ഞല്ലോ, നമ്മൾ കോൺട്രറി, സബ് കോൺട്രറി, സബാൾട്ടർ 4 പറഞ്ഞു. ഈ 4 കൂടി കൾമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രൂത്ത് ടേബിൾ ആണുള്ളത്. ഉദാഹരണത്തിന് ട്രൂത്ത് ടേബിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനൊരു ചോദ്യം കാണിച്ചുതരാം. അതിന് ഉത്തരത്തിലൂടെ നമുക്ക് ഇത് പറയാൻ കഴിയും. ഇപ്പൊ ഈ ചോദ്യം നോക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെയാണ് പരീക്ഷ ചോദിക്കാറ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് സം ഫ്ലവേഴ്സ് ആർ നോട്ട് ഫ്രാഗ്രന്റ് ഈസ് ഗിവൺ ആസ് ഫാൾസ്, നമ്മോട് പറയാണ് സം ഫ്ലവേഴ്സ് ആർ നോട്ട് ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന പ്രസ്താവന ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർ തീർക്കാൻ പറ്റും? താഴെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സം ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് എന്നുള്ളത് ട്രൂ ആണെന്നും, സം ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് ഫാൾസ് ആണെന്നും, നോ ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് ഫാൾസ് ആണെന്നും, ആൾ ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് എന്നുള്ളത് ട്രൂ ആണെന്നും,
തുടങ്ങിയിട്ടുള്ള 4 പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇതിന് ഏതൊക്കെ ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വക ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇതിന്റെ അർത്ഥങ്ങൾ ആലോചിച്ചിട്ട് ചില പൂക്കള് നല്ല സുഗന്ധമുള്ള പൂക്കള് അത് ട്രൂ ആവാം, അങ്ങനെ അർത്ഥങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല, കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് അതിന്റെ ആൻസറിലേക്കോ കണ്ടന്റിലേക്കോ പോകരുത്, അതിന്റെ ഫോമിലേക്ക് മാത്രം നോക്കുക. ഇത് ഏത് കാറ്റഗറി ആണെന്ന് എല്ലാത്തിന്റെ കാറ്റഗറി ഫസ്റ്റ് ചെയ്തേക്കുക. സം ഫ്ലവേഴ്സ് ആർ നോട്ട് ഫ്രാഗ്രന്റ് എന്നുള്ളത് ഓ പ്രപ്പോസൻ അല്ലേ, നമ്മൾ സം നോട്ട് അല്ലേ, കണ്ടോ സം നോട്ട് അല്ല ഓ പ്രപ്പോസൽ, പെർട്ടിക്കുലർ നെഗറ്റീവ് ആണല്ലോ, അപ്പൊ ഓ പ്രപ്പോസൻ ആണ്. ഇനി ഒന്നാമത് സം ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് എന്നുള്ളത് ഐ പ്രപ്പോസൻ ആണ്, സം ആണല്ലോ. രണ്ടാമതും ഐ പ്രപ്പോസൻ ആണ്. നോ ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് എന്നുള്ളത് അത് ഈ പ്രപ്പോസൻ ആണ്, യൂണിവേഴ്സൽ നെഗറ്റീവ് ആണത്. ആൾ ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് എന്നുള്ളത് എ പ്രപ്പോസൻ ആണ്. അപ്പൊ ഓ പ്രപ്പോസൻ ഉണ്ട്, ഐ പ്രപ്പോസൻ ഉണ്ട്, ഈ പ്രപ്പോസനും എ പ്രപ്പോസനും ഉണ്ട്. ഇനി ചോദ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ കാണിച്ച ട്രൂത്ത് ടേബിൾ ഉണ്ടല്ലോ, അത് കാണാൻ പഠിച്ചൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ, അത് കാണാൻ പഠിച്ച കാൻഡിഡേറ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിന് ആൻസർ കിട്ടും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ സം ഫ്ലവേഴ്സ് ആർ നോട്ട് ഫ്രാഗ്രന്റ് എന്നുള്ള ഓ പ്രപ്പോസിഷൻ ഫാൾസ് എന്ന് പറഞ്ഞത് ഈ ട്രൂത്ത് ടേബിളിൽ നോക്കുക. ഓ പ്രപ്പോസൻ ഉണ്ട്, ഈ പ്രപ്പോസൻ ഉണ്ട്, ഈ ഐ ഉണ്ട്, എ ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പോയിന്റ് ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഓ പ്രപ്പോസൻ ആണ്. ഓ പ്രപ്പോസൻ നമ്മോട് പറഞ്ഞെന്താണ്, ഫാൾസ് എന്ന് പറഞ്ഞത് ആണല്ലോ. കണ്ട, ഓ പ്രപ്പോസൻ ഫാൾസ് ആയി വരുന്ന കോലം, ട്രൂ ആയി വരുന്ന കോലം, ട്രൂ ആയി വരുന്ന കോലം പറഞ്ഞു. ഇതിൽ നമുക്ക് ഫാൾസ് ആയി വരുന്ന കോലം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇതിൽ ഫാൾസ് ആയി വരുന്ന കോലം ഇത് ഫാൾസ്. ഇത് ഫാൾസ് ആയി വന്നാൽ ഇനി റോ നേരെ നോക്കിയാൽ മതി. ഇത് ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഇതിലെ ഓ പ്രപ്പോസൻ ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഐ പ്രപ്പോസൻ ട്രൂ ആയിരിക്കും, അതിന്റെ ഈ പ്രപ്പോസൻ ഫാൾസ് ആയിരിക്കും, എ പ്രപ്പോസൻ ട്രൂ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, ഉത്തരം കിട്ടി. അതിന്റെ ഐ പ്രപ്പോസൻ ട്രൂ ആയിരിക്കും. ഫസ്റ്റ് പറഞ്ഞത് ഞാൻ അതല്ല, ഐ പ്രപ്പോസൻ ട്രൂ ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. നോക്കി നിങ്ങള്, സം ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ്, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഐ പ്രപ്പോസൻസ് ഉള്ളത്, അത് ട്രൂ ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് ശരിയാണ് ഇത് തെറ്റാണെന്ന് മനസ്സിലായി. അത് ട്രൂ ആയിരിക്കും എന്ന് മനസ്സിലായി. നമ്മൾ ഇനി അർത്ഥങ്ങളൊന്നും നോക്കണ്ട, അത് ട്രൂ ആയിരിക്കും. രണ്ടാമത്തത് എഫ് ഫാൾസ് ആയിരിക്കും, അതിന്റെ ഈ പ്രപ്പോസന് ഫാൾസ് ആയിരിക്കും. നോക്കുക, നമ്മുടെ ഈ പ്രപ്പോസനോടെ ഈ പ്രപ്പോസൻ നോ ഫ്ലവേഴ്സ് ആർ ഫ്രാഗ്രന്റ് ഫാൾസ് തന്നെ കൊടുത്തിരുന്നത്, അപ്പൊ അതും ശരിയാണ്. ഇനി അടുത്ത് നോക്കുക, എ പ്രപ്പോസന് ട്രൂ ആയിരിക്കും എന്ന് പറഞ്ഞത്, എ പ്രപ്പോസനോടെ എ പ്രപ്പോസൻ ട്രൂ ആണെന്ന് പറഞ്ഞത്, അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഒന്നാമത്തും മൂന്നാമത്തും നാലാമത്തും എയും സിയും ഡിയും ആണ് കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അർത്ഥങ്ങൾ നോക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതേ സാധനം എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉത്തരം കിട്ടുന്നത് ഇത് നമുക്ക് നേരത്തെ പഠിച്ച ആ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ പഠിച്ച ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. അത് എങ്ങനെയെന്നും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഓ പ്രപ്പോസൻ ആണ്, ഐ പ്രപ്പോസൻ ആണ്, ഈ പ്രപ്പോസൻ. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് നോക്കുക, ഇതിലിപ്പോ ഓ പ്രപ്പോസൻ ആണല്ലോ അല്ലെ. ഓ പ്രപ്പോസനും ഐ പ്രപ്പോസനും തമ്മിൽ ഐ ഉണ്ടല്ലോ, ചോദ്യത്തിൽ ഐ ഉണ്ടല്ലോ, കണ്ടോ രണ്ടും ഐ ആണ്. ഓയും ഐയും തമ്മിൽ റിലേഷൻ നോക്കുക. ഓയും ഐയും തമ്മിൽ ഏതാ റിലേഷൻ ഉള്ളത്? ഓ എന്നുള്ളത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, ഐ എന്നുള്ളത് പെർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. ആ രണ്ട് പെർട്ടിക്കുലർസ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ സബ് കോൺട്രി ആണെന്ന് പറഞ്ഞു. സബ് കോൺട്രി റിലേഷൻ എന്താ പറഞ്ഞത്, നമ്മള് രണ്ടും കൂടി ഫാൾസ് ആകാൻ പറ്റില്ല. ഓർമ്മ നിങ്ങൾക്ക് രണ്ടും കൂടി ഫാൾസ് ആകാൻ പറ്റൂല, രണ്ടും കൂടി ഫാൾസ് നടക്കൂല. അപ്പൊ ഇവിടെ പറഞ്ഞെന്താണ്, ഇതും ഫാൾസ് ആവാ ഇതും ഫാൾസ് ആവാ, അത് ഉണ്ടാവില്ല. രണ്ടും കൂടി ഫാൾസ് ആവാ ഉണ്ടാവില്ല. അതാണ് ഇത് നിയമം, സബ് കോൺട്രി നിയമം പറഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞ നമ്മള് ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ സബ് കോൺട്രിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്നു. ആ ഭാഗം നിങ്ങൾ നോക്കുക, കേൾക്കുക, ഒന്നും കൂടി ബാക്ക് അടിച്ച് നിങ്ങൾക്ക് ഭാഗം കേൾക്കാൻ പറ്റുമല്ലോ. ഇതില് നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓ പ്രപ്പോസൻ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഐ പ്രപ്പോസൻ നിർബന്ധമായിട്ടും ട്രൂ ആയിരിക്കും മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്താണ് ശരി, രണ്ടാമത്തെ തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ ഓ പ്രപ്പോസനും അതേപോലെ തന്നെ ഈ പ്രപ്പോസൻ തമ്മിലുള്ള റിലേഷൻ, ഈ പ്രപ്പോസൻ നമ്മൾ ഓയും ഈയും തമ്മിൽ എങ്ങനെ കിടക്കണത്, രണ്ടും നെഗറ്റീവ് ആണല്ലോ അല്ലെ. രണ്ട് നെഗറ്റീവ് നമ്മൾ ഈ മൂലക്ക് ഇങ്ങനെ ചെയ്യാൻ ഓർമ്മയില്ലേ, ഈയും ഓയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എന്നുള്ളത് സബാൾട്ടേൻ ആണ്. സബാൾട്ടേന്റെ ബന്ധം എന്താ പറഞ്ഞ, നമ്മള് ട്രൂത്തിന്റെ കാര്യത്തിൽ മേലെന്ന് അടിയിക്കും, ഫാൾസിന്റെ കാര്യത്തിൽ അടിയിൽ നിന്ന് മേലോട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ ഫാൾസിന്റെ കാര്യമാണ്, ഇത് ഫാൾസ് എന്ന് പറഞ്ഞത്. ഇത് ഫാൾസ് ആണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കാണ് പോവുക. ഇത് ഫാൾസ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ യൂണിവേഴ്സലും എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അപ്പൊ ഇതും ഫാൾസ് ആണ്, ഈസ് ഫാൾസ്, അതും ശരിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എ പ്രപ്പോസനും ഓ പ്രപ്പോസനും തമ്മിലുള്ള റിലേഷൻ നോക്കുക. ഓ പ്രപ്പോസനും എ പ്രപ്പോസനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എയും ഓയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ റിലേഷൻ കോൺട്രാഡിക്ടറി ആണ്, നേരെ വിരുദ്ധമായിട്ടുള്ളത്. കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഫാൾസ് ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, ഇത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. ഇതാണല്ലോ കോൺട്രാഡിക്ടറി. ഇവിടെ നമ്മോട് പറഞ്ഞതാണ് ഇത് ഫാൾസ് ആണെന്നാണ് പറഞ്ഞത്. ഇത് ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ എ പ്രപ്പോസൻ ട്രൂ ആയിരിക്കും, അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഇത്രയും നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ട്രൂത്ത് ടേബിൾ കറക്റ്റ് നിങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇത് കാണാൻ പഠിക്കുന്നത് വളരെ എളുപ്പമായിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അല്ല, ഇതിങ്ങനെ അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണ് എളുപ്പം എന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ആ വിഷയം പഠിക്കുക, നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇനി ഈ ചോദ്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, രണ്ട് പ്രപ്പോസ് എന്നുള്ളത് അതിന് റിലേഷൻ പറയും. റിലേഷൻ എന്നുള്ളത് ദേ കനോട്ട് ബി ട്രൂ ടുഗദർ, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല.
രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റും എന്നുള്ള നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. കോൺട്രറി ആണോ, കോൺട്രാക്ടറി ആണോ, സബാൾട്ടൻ ആണോ, സബ് കോൺട്രറി ആണോ, ഒന്ന് പറയും. അപ്പൊ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല, രണ്ടും ഫാൾസ് ആവാം. ഏതിനെ കുറിച്ചാണ്? ഓക്കെ, കോൺട്രയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. കോൺട്രാക്ടറി ഇല്ല, സബ് കോൺട്രറി ഇല്ല, അതുപോലെ തന്നെ സബാൾട്ടേണും അല്ല, മറിച്ച് ഏതാണ്? കോൺട്ര റിലേഷൻ ആണ്, ഒന്നാമത്തതാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മനസ്സിലാകും. താങ്ക് യു ആൾ, താങ്ക് യു.